നമസ്കാരം, ഞാൻ രാജു, പുനർജനി അഗ്രോ ഗാർഡൻ, മാധവത്ത്, കാഞ്ഞങ്ങാട് സൗത്ത്. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഒരു മാവ് ഇനമായിട്ടുള്ള കാറ്റിമോൺ, തായ്ലാൻഡ് വെറൈറ്റി ആയിട്ടുള്ള കാറ്റിമോൺ എന്ന് പരിചയപ്പെടുത്താനാണ്. അധികം എല്ലാവർക്കും അറിയായിരിക്കും, അറിയാത്തവരും ഉണ്ടാകാം. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക്, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അതായത് കാറ്റിമോൺ എന്ന് പറയുമ്പോൾ ഇത് ഓൾ സീസണാണ്, എല്ലാ സമയത്തും കായ്ക്കുന്ന ഒരു ഇനമാണ് കാറ്റിമോൺ. ഇത് തായ്ലാൻഡ് വെറൈറ്റിയാണ്, ഡാർഫ് വെറൈറ്റിയാണ്. വലിയ ഹൈറ്റൊന്നും പോകാതെ ഒരു 2-3 മീറ്റർ, 2-2.5 മീറ്റർ, അതാണ് ഇതിൻ്റെ ഒരു ഹൈറ്റ് എന്ന് പറയുന്നത്. വലിയ ഹൈറ്റൊന്നും പോകാതെ നമുക്ക് വീട്ടുപറമ്പിൽ കായ്പ്പിച്ചെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഇനം മാങ്ങയാണ് കാറ്റിമോൺ. അതായത് ഈ തായ്ലാൻഡ് ഓൾ സീസണിൽ വേറെ വെറൈറ്റി വരുന്നുണ്ട്. എന്നാൽ അതിനേക്കാളും ഏറ്റവും ടേസ്റ്റായിട്ടുള്ളതും ഏറ്റവും വലിപ്പമുള്ളതുമായിട്ടുള്ള ഒരു മാങ്ങയാണ് ഈ കാറ്റിമോൺ എന്ന് പറയുന്നത്. ഇത് നല്ല ഫ്രഷിയാണ്. ഇത് കണ്ടില്ലേ, ഇതിപ്പം ഞാനൊരു ഡ്രമ്മിൽ, ഇത് മാക്സിമം ഒരു 1.5 വർഷത്തിൻ്റെ ഉള്ളിൽ കായ്ക്കുന്ന ഒരു മാവാണ്. മാക്സിമം 1.5-2.5 വർഷത്തിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് മാങ്ങ തരും. ചെറിയ മാവിൽ തന്നെ മാങ്ങ പിടിക്കും. ഇത് കണ്ടില്ലേ, ഇത് ഏകദേശം ഒരു 2 വർഷം പ്രായമായിട്ടുള്ള ഒരു മാവാണ്. ഇതിപ്പം ഫസ്റ്റ് പിടിച്ചതാണ്. ഇതിപ്പോൾ മണ്ണിൽ മുട്ട ആ ഒരു ഷേപ്പ് അങ്ങനെ ആയതാണ്. ഇത് നീളത്തിൽ വരുന്നൊരു മാവാണ്, ഒരു ഓവൽ ഷേപ്പ് മാങ്ങയാണ് വരുന്നത്. ഇതിൽ വീണ്ടും ഇപ്പം പൂക്കാൻ തുടങ്ങി. അതിപ്പം ആ മാങ്ങ ആദ്യം പിടിച്ചതാണ്. വീണ്ടും ഇതിൽ പൂ വന്നു. ഇത് നിറയെ വരുന്നുണ്ട്, ഇതിൻ്റെ മുകളിലൊക്കെ വരുന്നുണ്ട്, നിറയെ പിടിക്കും. അപ്പോൾ കാറ്റിമോണിൻ്റെ ഒരു പ്രത്യേകത, നമുക്ക് ഇപ്പം സ്ഥലപരിമിതി ഉള്ളവർക്ക് ടെറസിൻ്റെ മുകളിലും കൃഷി ചെയ്യാൻ പറ്റിയ ഒരു ഇനമാണ് നമ്മുടെ ഈ കാറ്റിമോൺ. വീട്ടിൻ്റെ മുകളിലൊക്കെ ഇതുപോലുള്ള ഡ്രമ്മുകളിൽ, ഇതിൽ ചെറുതായാലും പിടിക്കും. ഇതുപോലുള്ള ഡ്രമ്മുകൾ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടം പോലെ മാങ്ങ കിട്ടും. പിന്നെ ഇതിൻ്റെ ഇപ്പം പറയാനുള്ളത്, തായ്ലാൻഡ് ഓൾ സീസൺ വേറെയുണ്ട്. തായ്ലാൻഡ് അത് അത്ര ഒരു ചെറുതിൽ തന്നെ പിടിക്കും. ഒരു വർഷം ആകുമ്പോഴേക്ക് തന്നെ അത് പൂ വരും, മാങ്ങയും കിട്ടും. പക്ഷേ ഇതിൻ്റെ അത്ര ടേസ്റ്റ് ഇല്ല. അതിൻ്റെ സീഡ് കുറച്ച് വലിപ്പമുള്ളതായിരിക്കും, അതിൻ്റെ ഫ്രഷ് കുറച്ച് കുറവായിരിക്കും, അങ്ങനെയാണ്. പക്ഷേ ഇതങ്ങനെയല്ല, ഇത് നല്ല നീളമുള്ളൊരു മാങ്ങയാണ്, നല്ല ടേസ്റ്റാണ്. നമ്മുടെ വീട്ടിൽ എന്തായാലും നമുക്ക് ധൈര്യത്തോടെ, ഇങ്ങനെ പുഴുക്കുത്തും കുറവാണ്, ധൈര്യത്തോടെ വെക്കാൻ പറ്റിയൊരു മാങ്ങയാണ്. പുഴുക്കുത്തുണ്ടാവുന്നില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും, സ്ഥലം ഇല്ലാത്തവരും ഇല്ലാത്തവർ നമുക്ക് ടെറസിൻ്റെ മുകളിൽ വെക്കാം. ഇതുപോലെ ഡ്രമ്മുകളിലാക്കിയിട്ട് ഡ്രമ്മിൽ കൃഷി ചെയ്യാൻ പറ്റിയ ഒരു ഇനം മാവാണ് കാറ്റിമോൺ. അപ്പം ഇതിന് നമുക്ക് ചെയ്യേണ്ടത്, നമ്മൾ ഡ്രമ്മിലാണെങ്കിൽ ഇതിന് നല്ല അടിയിൽ വെള്ളം വാർന്നു പോകേണ്ട രീതിയിലുള്ള തുള ഉണ്ടാക്കി കൊടുക്കണം. അതിൽ നമ്മൾ ആദ്യം ഒരു ലെയർ മൺചട്ടി, പൊളിഞ്ഞ മൺചട്ടിയോ അല്ലെങ്കിൽ അതുപോലെ ഓട്ടിൻ്റെ കഷ്ണമോ, മണ്ണിൻ്റെ കഷ്ണം, ഓട്ടിൻ്റെ കഷ്ണമോ, അതൊക്കെ നമ്മൾ ഇട്ടിട്ട് ഒരു ലെയർ ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് ഈ കരിയില നിറച്ചുകൊണ്ട് അതിൽ പിന്നീട് നമ്മൾ പോട്ട് മിക്സും കൂടെ ചേർത്തുകൊണ്ടായിരിക്കണം ഇത് നടേണ്ടത്. അങ്ങനെ ആകുമ്പം ഈ ഏറ്റവും അടിയിൽ ഈ ഓട്ടിൻ്റെ പീസൊക്കെ ഇട്ട് കഴിഞ്ഞാൽ വേര് ചെയ്യാതെ തന്നെ അത് കൂടുതൽ കാലം നിൽക്കും. വെള്ളം വാർന്നു പോകാനും നല്ലതാണ് ഈ ഓട്ടിൻ്റെ കഷ്ണം. പിന്നെ നമുക്ക് മണ്ണിൻ്റെ കൂടെ എല്ലുപൊടി ഇടാം, അതുപോലെ ചാണകപ്പൊടി, മണ്ണിലെ കമ്പോസ്റ്റ് ഉണ്ടെങ്കിൽ അതിടാം. എല്ലാം ഒരു നിശ്ചിതമായിട്ടുള്ളൊരു അളവിൽ ഇട്ടുകൊണ്ട് നമ്മളൊരു പോട്ട് മിക്സ് തയ്യാറാക്കിയതിന് ശേഷം അത് ഇതിൽ നിറച്ചുകൊണ്ട് നമ്മൾ ഇതിൻ്റെ ബഡ് മൂടാത്ത രീതിയിലായിരിക്കണം. ഇതാണ് ഇപ്പം ഇതിൻ്റെ ഗ്രാഫ്റ്റ് വരുന്നത്. ഇതിപ്പം വീക്കട്ട് ഗ്രാഫ്റ്റാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇവിടെയാണ് ഇതിൻ്റെ ഗ്രാഫ്റ്റ് വരുന്നത്. അത് മൂടാത്ത രീതിയിൽ വെച്ച് കൊടുത്താൽ നമുക്ക് ഇഷ്ടം പോലെ മാങ്ങ കിട്ടും. കാറ്റിമോൺ എല്ലാവരും പരീക്ഷിക്കേണ്ട ഒരു മാവാണ് കാറ്റിമോൺ. അതാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. നന്ദി, നമസ്കാരം. അപ്പോൾ അതേപോലെ തന്നെ ഇത് പ്രധാനമായിട്ടും വേറൊരു കാര്യം കൂടെ പറയാനുള്ളത്, നമ്മുടെ ഈ മാവ് ഇപ്പം ഇത് വലിയ ഹൈറ്റ് വരാത്തൊരു മാവാണ്, ഡാർഫൈനാണ് എങ്കിൽ പോലും നമുക്കിപ്പം ഇതുപോലെ ഡ്രമ്മിലൊക്കെ വെക്കുകയാണെങ്കിൽ നമ്മൾ വർഷത്തിലൊരിക്കലും ഇതിന് പ്രൂൺ ചെയ്ത് കൊടുത്താൽ നല്ലതായിരിക്കും. ഇപ്പം ഇതിപ്പം പ്രൂൺ ചെയ്തതാണ്. പ്രൂൺ ചെയ്താൽ നമുക്കിങ്ങനെ ഇതുപോലെ ബുഷായിട്ട്, നമുക്ക് എപ്പോഴും ബുഷായിട്ട് തന്നെ ഈ മാവിനെ നിലനിർത്താം. നമുക്ക് അനാവശ്യമായിട്ടുള്ള ഇപ്പം തീരെ ആരോഗ്യം കുറഞ്ഞ കമ്പുകളൊക്കെ ഉണ്ടാവും. ആ കമ്പുകളൊക്കെ നമുക്ക് മുറിച്ച് മാറ്റാം. അതുപോലെ തന്നെ ഇത് കണ്ടില്ലേ, ഇതിപ്പം ബുഷായിട്ട്, ഇതിപ്പം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പ്രൂൺ ചെയ്തതാണ്. അതിനുശേഷമാണ് ഇതുപോലെ ഓരോ കമ്പും നമുക്ക് ആവശ്യമില്ലാത്ത കമ്പൊക്കെ മുറിച്ച് കളയുന്നതായിരിക്കും നല്ലത്. പിന്നെ തായ്തടിക്ക് കുറച്ച് വെയിൽ കൊള്ളുന്നത് നല്ലതാണ്. തായ്തടിക്ക് വെയിൽ കൊണ്ടതാണ് കൂടുതൽ മാങ്ങ പിടിക്കാറ്. അപ്പം അതാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. കൂടാതെ ഇതിന് ഇപ്പോൾ വെള്ളം നമ്മൾ ഡ്രമ്മിലാകുമ്പം ഒഴിച്ചു കൊടുക്കുന്നതായിരിക്കും നല്ലത്. വെള്ളം ഒഴിച്ചു കൊടുത്താൽ കൂടുതൽ മാങ്ങ കിട്ടും. സാധാരണ മണ്ണിലാണെങ്കിൽ കുറച്ചാലും കുഴപ്പമില്ല. ഡ്രമ്മിലാകുമ്പോൾ നമുക്ക് മറ്റ് ഉപാധികളില്ല, ഇതിന് വെള്ളം വലിച്ചെടുക്കാനുള്ള മറ്റ് ഉപാധികളൊന്നും ഇല്ല. അതുകൊണ്ട് ഡ്രമ്മിലാകുമ്പോൾ നമുക്ക് വെള്ളം കൊടുക്കേണ്ടി വരും. 1.5 ലിറ്ററെങ്കിലും വെള്ളം ഡ്രമ്മിൽ എന്തായാലും കൊടുത്തേ പറ്റൂ.
അതാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. എൻ്റെ നമ്പർ 85 47 87 4 881. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. ഇതിൻ്റെ ചെറിയ തൈ ഇവിടെ അവൈലബിൾ ആണ്. ചെറിയ ഏകദേശം പൂത്തിട്ടുണ്ട്. പൂത്ത തൈയിന് ചെറിയ റേറ്റിലൊക്കെയുള്ള തൈയൊക്കെ ഇവിടെ നമ്മുടെ അടുത്തുണ്ട്, നമ്മുടെ നഴ്സറിയിലുണ്ട്, അവൈലബിൾ ആണ്. നന്ദി, നമസ്കാരം.